ഹലോ ഗായ്സ്, സോ എമ്പുരാന്റെ റിവ്യൂ ആണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഇവിടെ ദുബായിൽ പോയി കണ്ടിട്ട് വരുന്നതേ ഉള്ളൂ. അന്നേരം അർജന്റായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാര്യം, നിങ്ങൾ മസ്റ്റായിട്ട് ഈ സിനിമ തിയേറ്ററിലേ പോയി കാണാവൂ. ടി വി വരുന്നതിനോ OTT വരുന്നതിനോ ഒന്നും നോക്കിയിരിക്കരുത്. അങ്ങനെ നോക്കിയിരുന്നാൽ ഇത് നിങ്ങൾക്ക് വലിയ കണ്ടതുപോലായിരിക്കും. സോ എനിക്ക് ആരും തന്നെ പറയാനുള്ളത് സ്പോയിലേഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് റിവ്യൂ വ്യക്തമായിട്ട് കേൾക്കാം. ഐ ആം ഷുവർ ദാറ്റ് ഇത് മലയാള സിനിമയുടെ ഹിസ്റ്ററിയിലെ വൺ ഓഫ് ദി ജം ഫോർ ഷുവർ. മേക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്താ ഇപ്പോൾ പറയുക, ഹോളിവുഡ് സിനിമ മേക്കിംഗ് എന്ന് വേണം പറയാനായിട്ട്. എൻ്റെ മോനെ അതിനകത്ത് ഞാൻ സീനുകളൊന്നും പറയുന്നില്ല, ഒരു രക്ഷയില്ല. ഹെലികോപ്റ്ററും അതും ഇതും എല്ലാം വെച്ചിട്ട്, ലൈക്ക് ആർമേഡ് വെഹിക്കിൾ ആവട്ടെ, വേറെ രാജ്യത്ത് വെച്ച് ഷൂട്ട് ചെയ്തേക്കുന്ന ലൊക്കേഷൻസ് ആവട്ടെ, എന്നോ ഭംഗിക്കാവര് എടുത്തു വെച്ചേക്കുന്നേ, എന്നെ പണി വെച്ചിരിക്ക് സാർ എന്ന് പറയുന്ന കണക്ക് ഒരു രക്ഷയില്ല. സിനിമാറ്റോഗ്രാഫി, മേക്കിംഗ് ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ വൺ തിങ്. ഇന്നത്തെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സാഹചര്യവും ഇന്ത്യ കഴിഞ്ഞ ഒരു 20-25 കൊല്ലങ്ങൾക്കിടയിൽ കടന്നുപോയ കുറേ പൊളിറ്റിക്കൽ സാഹചര്യവും എല്ലാം വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുവാനായിട്ട് ധൈര്യം കാണിച്ച ഈ ഫിലിം എടുത്ത പൃഥ്വിരാജിനും സ്ക്രിപ്റ്റ് റൈറ്റർ മുരളി ഗോപിക്കും ഒരു സ്പെഷ്യൽ അപ്രിസിയേഷൻ അർഹിക്കുന്നുണ്ട്. കാര്യം നമ്മുടെ സോഷ്യലി നമ്മൾ കാണുന്ന കേരള പൊളിറ്റിക്സിലാവട്ടെ, ഇന്ത്യൻ പൊളിറ്റിക്സിലാവട്ടെ നടക്കുന്ന പല കാര്യങ്ങളും എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവിടെ പറയുവാനായിട്ട് ധൈര്യം കാണിച്ചു. സെൻസർ ബോർഡ് ഇത് കട്ട് ചെയ്ത് കളയുമെന്നോ അല്ലെങ്കിൽ സിനിമ റിലീസാക്കാതിരിക്കുമെന്നോ അങ്ങനെ ഒന്നും ഉള്ള ഒരു ടെൻഷനോ ഒന്നും വെച്ചിട്ടല്ല അവരിത് എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അത് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നമ്മൾ ആരും മറക്കാത്ത ഒരു വലിയ ഇൻസിഡൻ്റ് ആണ്. പിന്നെ ഇന്നത്തെ കേരള സാഹചര്യത്തിലുള്ള പൊളിറ്റിക്സും അതിൽ കുറേ സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിട്ടാണ് മേക്ക് ചെയ്തേക്കുന്നത്. മോഹൻലാൽ, പൃഥ്വിരാജ്, എനിക്ക് പറയാൻ വാക്ക് കിട്ടുന്നില്ല. അവർ ഈ ഓടി നടന്ന് ഇൻ്റർവ്യൂ ചെയ്തതിന് ഒരു തെറ്റുമില്ല. നിങ്ങൾ എന്താണോ ഹൈപ്പ് പ്രതീക്ഷിച്ച് പോകുന്നത്, നിങ്ങളുടെ മനസ്സിലുള്ള ഹൈപ്പ് ഇത്രയാണെങ്കിൽ ഇതാണ് ഫിലിം. ആ വിധത്തിലാണ് സിനിമ അവർ എടുത്തു വെച്ചിട്ടുള്ളത്. അത് മേക്കിംഗ് ആവട്ടെ, സ്റ്റോറി ആവട്ടെ, ഇനി ആക്ടിങ് ആവട്ടെ, എന്നാ സ്വാഗാണെന്നറിയാമോ. മോഹൻലാൽ അത് ഈ വന്നിറങ്ങുന്ന ഒരു സീനുണ്ട് മക്കളെ, അതൊരു 1.5 സീനാണ്. പിന്നെ ഞാൻ അത് പറയുന്നില്ല. അതിനകത്ത് എബ്രഹാം ഖുറേഷി ആയിട്ടുള്ള ഒരു രംഗവുമുണ്ട്, സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ടുള്ള രംഗമുണ്ട്. ഇത് രണ്ടും ഒരു നല്ല രീതിക്കാണ് ഇത് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ വില്ലൻ അല്ലെങ്കിൽ വില്ലന്മാരുടെ ഒരു നിരയെന്നൊക്കെ പറയുന്നത് ഒരു രക്ഷയില്ലാത്ത കിടിലൻ നല്ല രീതിക്കാണ് അത് എടുത്തു വെച്ചിട്ടുള്ളത്. ഈ സിനിമ കാണുമ്പം രാഷ്ട്രീയപരമായിട്ടുള്ള ചിലർക്കൊക്കെ കൊള്ളാനുള്ള നല്ല ചാൻസ് ഉണ്ട്. നമ്മുടെ കേരള പൊളിറ്റിക്സിലെ ചില കോമഡികൾ അത് ഒരു ഫെയർ വ്യത്യാസവും ഇല്ലാതെ ട്രോളണ്ടവരെ കൃത്യമായി ട്രോളിക്കൊണ്ടാണ് ഈ ഫിലിം മുന്നോട്ട് പോകുന്നത്. ചിരിക്കാൻ കുറേ സാധനങ്ങളും ഉണ്ട്. തുടക്കം തൊട്ട് അവസാനം വരെയും നമ്മളെ എന്തുവാ അടുത്ത മൊമെൻ്റ് എന്താണ്, എന്ത് സംഭവിക്കുക എന്നുള്ള ഈ ഒരു ത്രില്ലിലൂടെ കൊണ്ടുപോകാനും പറ്റും. ബട്ട് അറ്റ് ദി സെയിം ടൈം നമ്മളെ ചിരിപ്പിക്കുകയും ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കൊണ്ടുപോകും. പിന്നെ നമ്മളെല്ലാവരും ആ പോസ്റ്ററിൽ കാത്തിരുന്നത് കൂട്ടുള്ള ആ ഡ്രാഗൻ, ഒന്നും പറയുന്നില്ല, അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. ആ ഭാഗം ഞാൻ ഒന്നും പറയുന്നില്ല. ഇനി ഒരു കാര്യം ഉറപ്പാണ്, L2 ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടായി എമ്പുരാൻ ഈ ഒരു ലെവൽ ഓഫ് മേക്കിങ്ങും സ്റ്റോറിയും ആണെങ്കിൽ ഐ ആം എക്സ്പെക്ടിങ് ഈവൻ മോർ ഫ്രം എമ്പുരാൻ 3 അല്ലെങ്കിൽ ഇതിൻ്റെ തേർഡ് പാർട്ടിൽ നിന്നും ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ഈ സിനിമ കൊണ്ടുവന്ന് നിർത്തുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ആ സ്പോയിലേഴ്സായി പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല. എനിക്ക് ഒത്തിരി എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ തിയേറ്ററിൽ ഒരു രസം തോന്നി എനിക്ക് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ എല്ലാം ഇങ്ങനെ തീർന്നു കഴിഞ്ഞിട്ട് ഈ എഴുതിക്കാണിപ്പ് നടന്നുകൊണ്ടിരിക്കുക. പൃഥ്വിരാജ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇത് കഴിഞ്ഞ ഉടനെ ഇറങ്ങി പോരുത്, ഇതിൻ്റെ ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട്. ലാസ്റ്റ് തിയേറ്ററിലെ ലൈറ്റ് ഓണാക്കി സ്ക്രീൻ ഓഫ് ആവുന്നത് വരെ ഒറ്റ മനുഷ്യൻ ആ തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റില്ല എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. എനിക്ക് വേറൊന്നും പറയാനില്ല. സിനിമ ഒരു രക്ഷയില്ല, അടിപൊളി. അതിനകത്ത് ലാലേട്ടനെ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. ലാലേട്ടനെ കാണിക്കുമ്പോൾ എൻ്റെ മോനെ, ഞാൻ നാട്ടിലെ ഒരു തിയേറ്ററിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും എനിക്ക് ദുബായിലൊരു തിയേറ്ററിൽ കിട്ടിയിട്ടില്ല. ആ ഒരു എക്സ്പീരിയൻസ്, ഗൂസ് ബംസ് എന്ന് പറയുന്ന സാധനമായാലും ലൈക്ക് ഇത് സിനിമാറ്റോഗ്രാഫി ആവട്ടെ, എനിക്കതിനെ പറ്റിയൊന്നും ടെക്നിക്കാലിറ്റി ഒന്നും പറയാനൊന്നും അറിഞ്ഞുകൂടാ. എന്നാലും നമ്മൾ കണ്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനെയും പിടിച്ചിരുത്തും. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. കണ്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ്. എമ്പുരാൻ 2 അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് 3യുടെ ഒരു വലിയൊരു ഹിൻറ്റും കാര്യങ്ങളും എല്ലാം അതിന് ശേഷം പിന്നെ ഇങ്ങനെ മാറി വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ അവിടെ നിന്ന് ക്ലോസ്ലി ഇത് ഒബ്സർവ് ചെയ്തിട്ട് മാത്രം പോവുക.
സിനിമ ഒരു ഇംഗ്ലീഷ് മൂവീസൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് അതേ രീതിക്കാണ് ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു രക്ഷയില്ല, മേക്കിംഗ് ആവട്ടെ, എല്ലാം ഇനി വീണ്ടും എടുത്തു പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. സോ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു നോക്കൂ, അതേ ഞാൻ പറയുന്നുള്ളൂ.